ശൗൽ രാജാവ് ദാവീദിനെ ഓടിക്കുകയാണ്. ശൗലിന്റെ മേൽ ദൈവം അയച്ചിട്ടൊരു ദുരാത്മാവ് വന്നു. അവന്റെ മനുഷ്യ സ്വഭാവം പോയി. ഒരിക്കൽ ശൗൽ പരിശുദ്ധാത്മാവിനാൽ കൺട്രോൾ ചെയ്യപ്പെടുന്നവനായിരുന്നു. എന്നാൽ അവന്റെ മാനസാന്തരം പോയപ്പോൾ അവനെ പിശാച് ബാധിച്ചു. അവന് ദാവീദിനെ കൊല്ലുവാൻ ഇഷ്ടമില്ല. പക്ഷേ അവന്റെ മേലൊരു ദുരാത്മാവ് വരുമ്പോൾ അവൻ കുന്തമെടുത്തെറിയും, അവൻ ആക്രമിക്കുവാൻ പോകും, അവൻ ഡീമണായി മാറി. കാരണം അവന്റെ മേലൊരു ദുരാത്മാവ് വന്നു. ഒരിക്കൽ ദാവീദ് പ്രവാചക സംഘത്തിന്റെ ഇടയിൽ പോയി ഒളിച്ചിരുന്നു. അവർ പ്രവചിക്കുന്നു, അവർ ആരാധിക്കുന്നു, ദൈവത്തിന്റെ ആത്മാവ് അവിടെ പരിവർത്തിക്കുന്നു, ദൈവത്തിന്റെ ആത്മാവ് അവിടെ പ്രവർത്തിക്കുന്നു. ആ പ്രവാചക സംഘത്തിനിടയിൽ ഈ ശൗലും ഈ പ്രവാചക സംഘത്തിനിടയിൽ പോയിരുന്നപ്പോൾ എന്ത് സംഭവിച്ചു? ആ ശൗലിന്റെ മേലും ദൈവത്തിന്റെ ആത്മാവ് വ്യാപരിച്ചു. ശൗലും പ്രവചിച്ചു തുടങ്ങി. പ്രവചിക്കുന്നവരെല്ലാം അവർ പൂർണ്ണമായും സൺ ഓഫ് ഗോഡ് ആകണമെന്നില്ല. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പരിവർത്തിക്കുമ്പോൾ പ്രവചിക്കാം, ദർശനങ്ങൾ കാണാം, വെളിപാടുകൾ പറയാം, പല പരിശുദ്ധാത്മാവിന്റെ ഗിഫ്റ്റുകൾ ഓപ്പറേറ്റ് ആയേക്കാം. പക്ഷെ അതൊന്നും പോരാ. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കണം. പരിശുദ്ധാത്മാവ് ഉള്ളിൽ വസിക്കണമെങ്കിൽ തുരുത്തി പുതിയതാകണം. മാനസാന്തരം വേണം, സമർപ്പണം വേണം, സ്നേഹം വേണം, ക്ഷമ വേണം, വചനപ്രകാരം നമ്മെ ചിട്ടപ്പെടുത്തണം.